24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ചോദ്യപേപ്പർ സൂക്ഷിക്കാൻ കൃത്യമായ മാനദണ്ഡമില്ലാത്തതുകൊണ്ട് പ്രിൻസിപ്പൽസ് ആശങ്കയിലാണ്. ലാബ് അസിസ്റ്റന്റിന്റെ കീഴിൽ സ്കൂളുകളിൽ തന്നെ സൂക്ഷിക്കാനാണ് നിലവിലെ നിർദ്ദേശം. ട്രഷറിയിൽ സൂക്ഷിക്കുമെന്ന കാര്യം പരിഗണിക്കുമെന്ന് നേരത്തെ വിദ്യാഭ്യാസ ഉപമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിച്ചത് മുതൽ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കോഴ്സ് ആരംഭിച്ചത് മുതൽ സ്കൂളുകളുടെ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിക്കുന്നത്. SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നത് ട്രഷറിയിലുമാണ്. എങ്കിലും സമൂഹത്തിൽ നിന്നും പൊതുവിൽ ഉയർന്നു വന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അടുത്ത വർഷത്തെ ഹയർ സെക്കൻഡറിയുടെ ഫൈനൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ ട്രഷറിയിൽ സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം വളരെ സജീവമായി പരിഗണിക്കുകയും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഇതാണെന്ന് മന്ത്രി പറഞ്ഞത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മന്ത്രി എന്ന് പറഞ്ഞു, പക്ഷേ മന്ത്രി ഇന്നെന്ത് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ കാര്യങ്ങൾ നടപ്പായില്ല. തീർച്ചയായിട്ടും സ്കെൻ, കഴിഞ്ഞ വർഷം നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന, അതായത് പ്രിൻസിപ്പൽമാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രയാസം, അതായത് ഹൈസ്കൂൾ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ട്രഷറിയിൽ സൂക്ഷിക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇപ്പോഴും സ്കൂളിലാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്. എന്ന് മാത്രമല്ല, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇല്ലാത്ത ഹയർ സെക്കൻഡറിയിൽ ലാബ് അസിസ്റ്റന്റ് ആണ് ഈ ചോദ്യപേപ്പറുകൾക്ക് കാവൽ നിൽക്കേണ്ടത്. അതും വനിതകളാണെങ്കിൽ അത് അവർക്ക് സാധ്യമാവുകയുമില്ല. ഈ സാഹചര്യത്തിലായിരുന്നു നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞത് അടുത്ത വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയാകുമ്പോഴേക്കും ഇത് ട്രഷറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴിതാ പരീക്ഷകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുക. അടുത്ത മാസം ചോദ്യപേപ്പറുകൾ നൽകി തുടങ്ങും. എന്നിരിക്കെയും ഒരു തരത്തിലും, അതായത് ഈ ട്രഷറിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നൊരുക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോഴും അവരുടെ യോഗങ്ങളും മറ്റും നടക്കുമ്പോൾ സ്കൂളുകളിൽ കഴിഞ്ഞത് സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രിൻസിപ്പൽമാർക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടുകൂടി പ്രിൻസിപ്പൽമാർ വലിയ ആശങ്കയിലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയടക്കം വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ തങ്ങൾക്കൊരു അമിത ഭാരവും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്നതുമാകും ഇപ്പോഴത്തെ നടപടി എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ ഒരു ക്ലസ്റ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം സ്കൂളുകളുടെ, അതായത് ഒരു മേഖലയിലെ മുഴുവൻ സ്കൂളുകളുടെയും ചോദ്യപേപ്പറുകൾ ഒരു സ്കൂളിൽ സൂക്ഷിച്ച് അവിടെ മതിയായ സുരക്ഷ ഉറപ്പാക്കുകയാണെങ്കിൽ അധ്യാപകർക്ക് അത് എളുപ്പമായിരിക്കും, പ്രിൻസിപ്പൽമാർക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ സ്കൂളിൽ സൂക്ഷിക്കുന്നത് ഒരു കാരണവശാലും സുരക്ഷിതമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിൻസിപ്പൽസ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കടക്കം പരാതിയും നിവേദനവും ഒക്കെ നൽകിയിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ള ആശങ്ക കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അടുത്ത മാസം ചോദ്യപേപ്പർ നൽകേണ്ടതുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് തീരുമാനം. വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ പ്രിൻസിപ്പൽസ് അസോസിയേഷന്റെ പ്രതിനിധി സക്കീർ കൂടി നമുക്കൊപ്പം ചേർന്നു. അങ്ങേക്ക് നമസ്കാരം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ശരിക്കും ഈ പ്രശ്നത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? ഇത് 24 തന്നെ ഈ ഒരു വിഷയം മുൻപ് നമ്മൾ റേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഈ ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകൾ സ്കൂളുകളിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ലാതെയാണ് പോകുന്നത് എന്ന് കാലങ്ങളായി നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചതാണ്. ഈ 24ന്റെ ഇമ്പാക്ട് വന്നുകൊണ്ട് മിനിസ്റ്റർ ഇക്കാര്യം പരിഗണിക്കാമെന്ന് നമുക്കൊരു പ്രതീക്ഷയും നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ പരീക്ഷ വരാൻ പോവാണ് മാർച്ചില്. ഇനി ഫെബ്രുവരി പാതിയോടുകൂടി ചോദ്യപേപ്പറുകൾ സ്കൂളുകളിൽ വരുമ്പോൾ അവർ സൂക്ഷിക്കാൻ കൃത്യമായ സൗകര്യങ്ങൾ പ്രയാസത്തിലാണ് നിൽക്കുന്നത്. അവിടെ ലാബ് അസിസ്റ്റന്റുമാർ നിൽക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ മിക്ക സ്കൂളുകളിലും പ്രോപ്പറായിട്ട് ലാബ് അസിസ്റ്റന്റുമാരില്ല. പ്രിൻസിപ്പൽമാരുടെ ഏക ആശ്രയമാണ് ഈ ലാബ് അസിസ്റ്റന്റുമാർ എന്ന് പറയുന്നത്. അവരെ രാത്രി കാവലിൽ നിർത്തിയാൽ പിറ്റേ ദിവസം പരീക്ഷ നടത്താൻ ഞങ്ങൾക്ക് വേറെ ആൾക്കാരെ കിട്ടില്ല. പലയിടങ്ങളിലും ലാബ് അസിസ്റ്റന്റുമാർ വനിതകളാണ്. അവർക്ക് രാത്രി കാവൽ ശരിയാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ DOയുമായി ബന്ധപ്പെട്ടൊക്കെ സംവിധാനം ഒരുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ആ പറച്ചിലല്ലാതെ കാര്യമായിട്ട് ഒരിടപെടൽ ഉണ്ടാവാറില്ല. പ്രിൻസിപ്പൽമാർ മുൾമുനയിലാണ് പരീക്ഷാകാലം കഴിയുന്നത് വരെ. ഓക്കെ, എന്തായാലും താങ്കൾ വിഷമിക്കേണ്ട. ഇന്നിപ്പോൾ ഞാൻ രാത്രി നമ്മുടെ മന്ത്രിയെ വിളിക്കുന്നില്ല. നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ ഞാൻ ഈ കാര്യം മന്ത്രിയോട് സംസാരിച്ച് ഒരു വിശദാംശം തേടാം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. താങ്ക് യു ശ്രീ സക്കീർ, നമുക്കൊപ്പം ചേർന്നതിന്. ഇനിയൊരു ഇടവേളയ്ക്ക് പോകുമ്പോൾ അരുൺ മുട്ടട പറയുന്നു, തിരുവനന്തപുരത്ത് തകരപ്പറമ്പ് പുതിയ ഫ്ലൈ ഓവറിന് താഴെ ആരോരുമില്ലാതെ, കിടപ്പാടം പോലുമില്ലാത്ത കുറേ അമ്മമാർ താമസിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അവരവിടെ കഴിയുകയാണ്. നിങ്ങളുടെ ബ്യൂറോ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് ചോദിക്കുന്നു. അരുൺ മുട്ടട, തിരുവനന്തപുരം ബ്യൂറോ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തും. എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കുകയും ചെയ്യാം.